കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ആത്മീയ കേന്ദ്രമായ ശബരിമലയിലെ പുണ്യശേഖരത്തിൽ നിന്ന് സ്വർണം മോഷണം പോയെന്ന വാർത്ത കേരളക്കരയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒന്നായിരുന്നു. ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ഭാഗമായി സമർപ്പിക്കുന്ന സ്വർണം അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കേവലം ഒരു മോഷണത്തിനപ്പുറം വലിയൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം അതീവ രഹസ്യമായി കടത്തുകയും അത് മറ്റ് സംസ്ഥാനങ്ങളിലെ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തുവെന്ന നിർണായകരമായ വെളിപ്പെടുത്തലോടെ ഈ കേസ് പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള മോഷണത്തിനുപരി ക്ഷേത്ര നിർമ്മാണ കരാറുകൾ മറയാക്കി നടത്തിയ വലിയൊരു ശൃംഖലയുടെ പ്രവർത്തനമാണിതെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി SITക്ക് നൽകിയ മൊഴി പ്രകാരം ശബരിമലയിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വിവിധ ക്ഷേത്രങ്ങളിലെ കൊടിമരം പൂശുന്നതിനും നവീകരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചു. ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ ഈ നടപടി അതീവ ഗുരുതരമായിട്ടാണ് അധികൃതർ കാണുന്നത്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പിടികൾ ഉരുക്കി വേർതിരിച്ചെടുത്ത പ്രക്രിയ അശാസ്ത്രീയമായിരുന്നുവെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം വേർതിരിക്കാൻ ഉപയോഗിച്ച രാസലായനിയുടെ ഘടകങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. കനത്ത സുരക്ഷയുള്ള ശബരിമലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നത് ദേവസ്വം ബോർഡിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന്മേൽ വലിയൊരു കളങ്കമാണ് ചാർത്തിയിരിക്കുന്നത്. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് വിശ്വാസത്തിന്റെ അന്തസ്സ് വീണ്ടെടുക്കാൻ അനിവാര്യമാണ്. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തിച്ചത് പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. കേവലം ഒരു വ്യക്തി നടത്തുന്ന മോഷണത്തിലുപരി കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇയാൾ അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സ്വർണം എവിടെയാണ് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് പങ്കജ് ഭണ്ഡാരി വ്യക്തമായ മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സ്വർണം തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിലെ കൊടിമരം പൂശുന്നതിനും മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചുവെന്ന് ഇയാൾ സമ്മതിച്ചു കഴിഞ്ഞു. സ്മാർട്ട് ക്രിയേഷൻ എന്ന കമ്പനി ഏറ്റെടുത്ത കരാറുകൾ പൂർത്തിയാക്കാനാണ് മോഷണം പോയ സ്വർണം വിനിയോഗിച്ചത്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പിടികൾ അശാസ്ത്രീയമായ രീതിയിലാണ് വേർതിരിച്ചെടുത്തതെന്ന് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT കണ്ടെത്തി. സ്വർണം വേർതിരിക്കാനായി പ്രത്യേകതരം രാസലായനികൾ ഉപയോഗിച്ചെന്നും ഈ ലായനിയുടെ കൃത്യമായ ഘടകങ്ങൾ അറിയുന്നതിനായി ശാസ്ത്രീയ പരിശോധനകൾ നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൂടെ സ്വർണത്തിന്റെ അളവും ശുദ്ധിയും സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാകും. ഈ മോഷണത്തിന് പിന്നിൽ പങ്കജ് ഭണ്ഡാരിക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതീവ സുരക്ഷയുള്ള ശബരിമലയിൽ നിന്ന് സ്വർണം കടത്താൻ അകത്തു നിന്നുള്ള ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളുടെ രേഖകളും പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയുടെ സത്യസന്ധത പരിശോധിക്കാനായി സ്മാർട്ട് ക്രിയേഷൻ സ്വർണം പൂശിയ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ക്ഷേത്രങ്ങളുടെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. മൊഴിയിലെ കാര്യങ്ങൾ കോടതിയിൽ തെളിവായി സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ വിനിയോഗിച്ചുവെന്ന മൊഴി പുറത്തു വന്നതോടെ കേസ് ഇപ്പോൾ പുതിയൊരു അന്തർ സംസ്ഥാന കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസുമായി സഹകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്മാർട്ട് ക്രിയേഷൻ എന്ന കമ്പനി സ്വർണം പൂശുന്നതിനും കൊടിമരം സ്ഥാപിക്കുന്നതിനുമായി കരാർ ഏറ്റെടുത്ത തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പ്രമുഖ ക്ഷേത്രങ്ങൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ കൊടിമരങ്ങളിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ ശുദ്ധി പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിലൂടെ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിന്റെ സ്വാധീനം ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കുമെന്നാണ് SIT കരുതുന്നത്. പ്രതികൾ ഈ സംസ്ഥാനത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളും സ്വർണമെത്തിച്ച വഴികളും പോലീസ് സംഘം പരിശോധിച്ചു വരികയാണ്. പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി ദക്ഷിണേന്ത്യയിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലെയും നവീകരണ ജോലികൾ ഏറ്റെടുത്തിരുന്നു. ശബരിമലയിലെ സ്വർണം രാസലായനി ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത ശേഷം അത് ഈ കരാറുകൾ പൂർത്തിയാക്കാൻ ഉപയോഗിച്ചുവെന്ന പോലീസിന്റെ കണ്ടെത്തൽ അതീവ സുരക്ഷയുള്ള ശബരിമലയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് സ്വർണം കടത്താൻ വൻ മാഫിയ ശൃംഖലയുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും സംഘം അന്വേഷിക്കുന്നുണ്ട്. മൊഴികളിലെ സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായി SITയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ തമിഴ്നാട്ടിലെയും കർണാടകയിലേക്കും തിരിച്ചിട്ടുണ്ട്. അവിടുത്തെ ക്ഷേത്ര ഭരണ സമിതികളിൽ നിന്നും സ്വർണം പൂശിയ തൊഴിലാളികളിൽ നിന്നും മൊഴിയെടുക്കും. ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സ്വർണത്തിന്റെ അളവും വിതരണവും തമ്മിലുള്ള അന്തരം കണ്ടെത്തുകയാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിച്ചേക്കും. ഇത് പ്രതികളുടെ ശിക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകരമാകും. ശബരിമലയിലെ വിശ്വാസത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന വിഷയമായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പിടികൾ അശാസ്ത്രീയമായി വേർതിരിച്ചെടുത്തെന്നും അത് അന്യസംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്ക് കടത്തിയെന്നും ദേവസ്വം ബോർഡിന്റെ സുരക്ഷാ സംവിധാനത്തിലെ വൻ വീഴ്ചയായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ സന്നിധാനത്തെ സ്വർണ്ണശേഖരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ബോർഡ് ആലോചിക്കുന്നത്. തങ്ങൾ സമർപ്പിച്ച സ്വർണം മോഷ്ടിക്കപ്പെടുക മാത്രമല്ല, അത് അന്യസംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് ഉപയോഗിച്ചു എന്ന നിർണായക മൊഴി പുറത്തു വന്നതോടെ വിശ്വാസ സമൂഹം കടുത്ത പ്രതിഷേധത്തിലാണ്.
പുണ്യഭൂമിയായ ശബരിമലയിൽ ഇത്തരം ക്രമക്കേടുകൾ നടന്നത് വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമായി അവർ കാണുന്നു. പല ഭക്തജന സംഘടനകളും ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്വർണം പൂശി ഇതര സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ SIT നടത്തുന്ന പരിശോധനകൾ വേഗത്തിലാക്കണമെന്നും മോഷണം പോയ മുഴുവൻ സ്വർണവും തിരികെ എത്തിക്കണമെന്നുമാണ് ഭക്തരുടെ അന്തിമ തീരുമാനം.